മക്കൾസ്. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന CBSEയിലെ 7th സ്റ്റാൻഡേർഡിൻ്റെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആട്ടോ. അപ്പോൾ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് എൻവിറോൺമെൻറ്റ് എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പേജിലാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കോൺവെർസേഷൻ. അതായത് രവി എന്ന് പറയുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർ കളിക്കാറുണ്ടായിരുന്നു. അവിടെ ഒരു പാടോ അങ്ങനെ എന്തോ ഒരു ഗാർഡൻ പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഏരിയ ഇപ്പോൾ അവിടെ വലിയ കമ്പനീസ് വരാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായിട്ട് ടീച്ചറോട് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും വേണം, നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള എന്താണ് എൻവിറോൺമെൻറ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് ആൻ എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിന് അതിനൊരു ടീച്ചർ റിപ്ലൈ തന്നു. അതായത് അവിടെ നമുക്ക് സറൗണ്ടിങ്ങിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സറൗണ്ടിങ്ങിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അപ്പം കുട്ടികൾ ചോദിക്കുകയാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ വയ്ക്കുന്ന കാറ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബിൽഡിങ്സ് ഇതൊക്കെ എൻവിറോൺമെൻറ്റിൽ പെടും. അപ്പോൾ എല്ലാം പെടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവിറോൺമെൻറ്റിൽ നമുക്ക് രണ്ട് ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ളതും രണ്ടാമത്തത് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളതും. നാച്ചുറൽ വരുമ്പോൾ അവിടെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറയില്ലേ എയർ, വാട്ടർ, ലാൻഡ്, ഫോറസ്റ്റ് ഇതൊക്കെ നാച്ചുറൽ ആദ്യം ഇവിടെ സാധാരണ ഉള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയണ്ടേ കാറ്, വലിയ വലിയ ബിൽഡിങ്, കെട്ടിടം, ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ എന്ത് പറയുന്നു, അതായത് ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയുന്ന അതിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻവിറോൺമെൻറ്റ് എന്താണെന്ന് പറയുന്നത്. എൻവിറോൺമെൻറ്റ് ഈസ് അവർ ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അതായത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ളത് ഈ എൻവിറോൺമെൻറ്റിലാണ്. അപ്പോൾ ലൈഫ് വേണമെങ്കിൽ എന്ത് വേണം, എൻവിറോൺമെൻറ്റ് വേണം. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് നമുക്ക് എന്തൊക്കെ നൽകുന്നു, എയർ നൽകുന്നു, നമ്മൾ കഴിക്കുന്ന വെള്ളം നൽകുന്നു, നമുക്കുള്ള ഭക്ഷണം, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് അവരാണ്, എൻവിറോൺമെൻ്റ് ആണ്. പിന്നെ മനുഷ്യന്മാർ ഇന്ന് കുറേ മോഡിഫിക്കേഷൻസ് അതിൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു മരങ്ങളിൽ നിന്ന് നമുക്ക് മുറിച്ചിട്ട് പല ടൈപ്പുകൾ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. എന്നാലും പുതിയ പുതിയ ഇൻവെൻഷൻസ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പം വാട്ട് ആർ എൻവിറോൺമെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, വാട്ട് എവർ യു സീ ഇൻ യുവർ സറൗണ്ടിങ്. നമ്മൾക്ക് സറൗണ്ടിങ്ങിൽ കാണുന്നത് അതിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ വരുന്നു അതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു, എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, കോമ്പണൻസ് ഓഫ് എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിൻ്റെ കോമ്പണൻസിനെ 3 തരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഹ്യൂമൻ. ഓക്കെ, അപ്പം നാച്ചുറലിൽ വരുന്നത് എന്തൊക്കെയാണ്, എയർ, വാട്ടർ, ലാൻഡ്, ലിവിങ് തിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എയർ, വാട്ടർ ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്നു. ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ നമുക്ക് കുറേ എഴുതാം. അതായത് റോഡ്, ബിൽഡിങ്, പാർക്ക്, ബ്രിഡ്ജ്, കണ്ടോ അവിടെ നമുക്ക് മനുഷ്യന്മാരുണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അതിൽ ഹ്യൂമൻ മെയ്ഡിൽ വരുന്നു. ഇനി ഹ്യൂമൻസിൽ വരുമ്പോൾ എന്തൊക്കെ വരാം, ഇൻഡിവിജ്വൽസ്, അതായത് ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ ഒരാൾ, പിന്നെ അയാളുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് മാറും. ഫാമിലീസ് പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ജോയിൻ ചെയ്ത് പിന്നെ അതിനായിട്ട് മാറും, പിന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിന്നെ കമ്മ്യൂണിറ്റീസ് വരുമ്പോൾ നമുക്ക് അവിടെ റിലീജിയൻ, മതങ്ങൾ വരുന്നത്, പിന്നെ അവർക്ക് കുട്ടികൾക്ക് അതിൽ എഡ്യൂക്കേഷൻ വേണം, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ സാമ്പത്തികം, എക്കണോമിക് ആയിട്ട് വരുന്നു, പിന്നെ വലിയ പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ ഒരു വലിയൊരു ബ്രാഞ്ച് പോലെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ സെക്കൻഡ് പേജിൽ നമുക്ക് അവിടെ എൻവിറോൺമെൻറ്റ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് പ്ലേസ്, പീപ്പിൾ, തിങ്സ് ആൻഡ് നേച്ചർ ദാറ്റ് സറൗണ്ട് എനി ലിവിങ് ഓർഗാനിസം. ഇപ്പോൾ ഞാനൊരു ലിവിങ് ഓർഗാനിസം ആണ്. എൻ്റെ ചുറ്റുമുള്ള സ്ഥലമാവട്ടെ, പ്ലേസ് ആവട്ടെ, എൻ്റെ ചുറ്റുമുള്ള പീപ്പിൾ ആവട്ടെ, എൻ്റെ ചുറ്റും കാണുന്ന തിങ്സ് ആവട്ടെ, എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാം, നമുക്ക് പറയാവുന്നതാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നമുക്ക് എൻവിറോൺമെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നു. ഓക്കെ, ഇനി എൻവിറോൺമെൻറ്റ് തന്നെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ ഉണ്ട്, ഹ്യൂമൻ മെയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ നാച്ചുറൽ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഇവിടെ ഉള്ള ലാൻഡ്, എയർ, വാട്ടർ ഇതൊക്കെ ഹ്യൂമൻ മെയ്ഡ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതെ. അപ്പോൾ ഈ നാച്ചുറൽ തന്നെ നമുക്ക് 2 ടൈപ്പായിട്ട് വീണ്ടും തരംതിരിക്കാം. എന്തൊക്കെയാണ്, ബയോട്ടിക് എന്ന് പറഞ്ഞിട്ടും അബയോട്ടിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ബയോട്ടിക് എന്ന് വെച്ചാൽ ജീവനുള്ള ഓർഗാനിസംസ്, ലിവിങ് ആയിട്ടുള്ള ചെടികൾ, ആനിമൽസ്, ഇതൊക്കെ ജീവനുള്ള സാധനങ്ങൾ നമുക്ക് ബയോട്ടിക് എന്ന് പറയുന്നത്. അബയോട്ടിക് എന്താ, ജീവനില്ലാത്തത് നമുക്ക് എന്തൊക്കെ പറയാം, അപ്പോൾ കല്ലൊക്കെ ഇല്ലേ, ഈ റോക്സിനൊന്നും ജീവനില്ല, അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താ പറയാം, അബയോട്ടിക് എന്ന് പറയാം. ബയോട്ടിക്, അബയോട്ടിക്. അപ്പോൾ വാട്ട് ഈസ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ചുറ്റും കാണുന്ന എല്ലാ പ്ലേസ്, പീപ്പിൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറയുന്നു, എൻവിറോൺമെന്റ് എന്ന് പറയുന്നു. പിന്നെ കോമ്പോണൻസ് പറഞ്ഞു 3 നാച്ചുറൽ, ഹ്യൂമൻ മെയ്ഡ്, ഹ്യൂമൺ എന്ന് പറയുന്നത് ആ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം.
ഓക്കെ, ഇനി നമുക്ക് നാച്ചുറൽ എൻവിറോൺമെന്റ്. നമ്മൾ പറഞ്ഞു നാച്ചുറൽ എൻവിറോൺമെന്റിൽ എന്തൊക്കെ വരാം? ലാൻഡ് വരാം, വാട്ടർ വരാം, എയർ വരാം, പ്ലാന്റ്, എനിമൽസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് വരുന്നുണ്ട്? നാച്ചുറൽ എൻവിറോൺമെന്റ്, നാച്ചുറലിൽ പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നിങ്ങൾക്ക് കുറച്ച് ടേംസ് മുന്നേ അറിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ? ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലാൻഡിനെ പറയുന്നതാണ് ലിത്തോസ്ഫിയർ. അതായത് ഭൂമിയുടെ ക്രസ്റ്റ് ഭാഗം എന്നാ പറയുക. ഭൂമിയുടെ ക്രസ്റ്റ് ഭാഗത്തിനെ പറയുന്നതാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് പറയാം? മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലിത്തോസ്ഫിയറിലാണ് വരുന്നത്. ഓക്കെ, ലാൻഡ് ഭാഗത്തിനാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയറിലാണ് നമ്മൾ പറയുന്നത് ഫോറസ്റ്റും ഗ്രാസ് ലാൻഡും ഒക്കെ ഉണ്ടാകുന്ന, ചെടികളൊക്കെ വളർന്നത്, മണ്ണ് സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ലിത്തോസ്ഫിയറിലാണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പറഞ്ഞ ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ ലാൻഡ് എല്ല് പിടിക്കുക. ഇനി ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ വാട്ടർ, വെള്ളത്തിന്റെ അവിടെ വരുന്നതിന് ഡൊമൈൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ ബോഡീസ് ഒക്കെ വരുന്നത് ഹൈഡ്രോ എന്ന് പറയുന്നത് തന്നെ വെള്ളമാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എയറിന്റെ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് അതിൽ പറയുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്, നമ്മൾ ശരിക്കും ഇതിനെ പിടിച്ചു നിർത്തുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഓസോൺ പാളി ഉണ്ട്. ഓസോൺ പാളി എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂര്യപ്രകാശം ഡയറക്റ്റ് വരും. സൂര്യപ്രകാശം ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ പൊള്ളി നമ്മൾ മരിച്ചു. അപ്പോൾ അതിനെ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ചുറ്റും ആരുണ്ട്? ഓസോൺ പാളി എന്ന് പറയുന്നത്, ഓസോൺ ലെയർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇതൊക്കെ നിൽക്കുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ ആണ് നമ്മളെ വെതർ, ക്ലൈമറ്റ് ഒക്കെ മെയിൻ ആയിട്ട് അവിടെ ഇതാക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ, അതായത് പ്ലാന്റ്, ആനിമൽസ് എല്ലാവരും കൂടി ജീവിക്കുന്ന ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡം ടുഗദർ മേക്ക് ബയോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു: ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡിൻ്റെതാണ്. പിന്നെ ബയോസ്ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് ആനിമൽസ് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എയർ ആണ്. ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ വാട്ടറിൻ്റെതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ട് വാട്ട് ഈസ് എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? അപ്പം എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ശരിക്കും ഇതിൻ്റെ ഈ എക്കോസിസ്റ്റത്തിൻ്റെ അത് കുറേ വായിച്ചു നോക്കിയാൽ നമുക്കൊന്നും അവിടെ കിട്ടാൻ പോകില്ല. അപ്പോൾ സൈഡിൽ ഒരു മഞ്ഞയിൽ പെട്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഗ്ലോസറിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അവിടെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സിസ്റ്റം ഫോംഡ് ബൈ ഇൻട്രാക്ഷൻ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം വിത്ത് ഈച്ച് അതർ. അല്ലെങ്കിൽ കുറേ ഓർഗാനിസംസ് ഇൻട്രാക്ട് ചെയ്യും. നമ്മൾ ഫുഡ് ചെയ്യുന്ന ഫുഡൊക്കെ പഠിക്കില്ല, അവിടെ എന്താണ്? അവിടെ ഓർഗാനിസംസ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളായാലും ചെടികൾ വെച്ച് ഇൻട്രാക്ട് ചെയ്ത്, ഇപ്പോൾ നമുക്ക് കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്ന ചെടികളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻട്രാക്ഷൻ വരും. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും എന്താണ്? ചെടികളാണ്. പേപ്പേഴ്സ് ആയാലും ട്രീസിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഇൻട്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം. എക്കോസിസ്റ്റം ഈസ് എ സിസ്റ്റം. It is formed by the interaction of organism. It is a system formed by the interaction of organism. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്ട് ഈസ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഗ്ലോസറിയിലുള്ള സാധനം നോക്കിയാൽ മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ എൻവിറോൺമെന്റ്. ഹ്യൂമൻ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളും എൻവിറോൺമെന്റ് നമ്മൾ പറഞ്ഞു നല്ല ഡിപ്പെൻഡൻ്റ് ഉണ്ട് അല്ലേ? നമ്മൾ എന്തായാലും എൻവിറോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇത്രയും ഒരു ഹൈ ലെവൽ ലൈഫ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറഞ്ഞു പണ്ട് മുതലേ ഉള്ള ആൾക്കാർ നമുക്കറിയില്ലേ, പണ്ട് ആൾക്കാർ കാട്ടുജാതിക്കാരായിരുന്നു. റെവല്യൂഷൻ എന്നൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മറ്റേ കല്ല് രണ്ട് ഉരച്ചിട്ടാണ് തീ ഉണ്ടായത്. അങ്ങനെ അവർ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ ഫെസിലിറ്റീസ് ഒക്കെ വന്നത്. അവിടെ എന്താ പറയുക, വീല്, എന്താ പറയുക, ചക്രം ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇങ്ങനെ വലുതായിട്ട് ഇവർ എത്തിയിട്ടുള്ളത് അല്ലേ? പണ്ടുള്ള ആൾക്കാർ ഓരോന്ന് കണ്ടുപിടിച്ചാണ് ഇതാക്കിയത്. പണ്ട് ഇവർ പറഞ്ഞത് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അതായത് ഒന്ന് കൊടുത്ത് വേറൊന്ന് വാങ്ങുക. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു പശു ഉണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ എന്താ പറയുക, നെല്ല് അങ്ങനെ ഉണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ പശുവിന് കൊടുത്തിട്ട് എനിക്ക് അരി നെല്ല് അതൊക്കെ കൊണ്ട് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിനാണ് ബാർട്ടർ സിസ്റ്റം. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എൻവിറോൺമെന്റിന് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എൻവിറോൺമെന്റ് നമ്മളും എൻവിറോൺമെന്റ് തമ്മിലുള്ള നല്ലൊരു ഇത് പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഡിസ്ട്രോയ് ചെയ്ത് ഇപ്പോൾ അത് ഇങ്ങനെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ പറഞ്ഞല്ലോ മരം മുറിക്കരുത്, ഡിഫോറസ്റ്റേഷൻ ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് മാക്സിമം അതിനെ മിനിമൈസ് ഭയങ്കര ഓവർ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ നീഡ് എന്നുള്ളത് ഡീഡിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ വാട്ട് ഈസ് എൻവിറോൺമെന്റ് എന്ന് പഠിക്കുക. പിന്നെ വാട്ട് ആർ ദ കമ്പണൻസ് ഓഫ് എൻവിറോൺമെന്റ് എന്ന് പഠിക്കുക.
പിന്നെ ബയോട്ടിക് എന്താണെന്ന് പറഞ്ഞു. പിന്നെ മറ്റേ നാച്ചുറൽ എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ അതെന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം വാട്ട് ഈസ് എക്കോസിസ്റ്റം പറഞ്ഞു. പിന്നെ ഹ്യൂമൻ എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ ഉള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.